നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പൂജാമുറിയുടെ കാര്യമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഒരു വലിയ വീടെന്നല്ല, സാമാന്യം തെറ്റില്ലാത്ത ഒരു വീട്, ഒരു 10,500 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ, അതായത് 3 ബെഡ്റൂം ഉൾപ്പെടെ എല്ലാവിധ സൗകര്യത്തോടു കൂടി നമ്മളൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ കർശനമായിട്ടും നമുക്ക് ഒരു പൂജാമുറി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് പൂജാമുറിക്ക് സൗകര്യം എടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കിഴക്ക് മറ്റ് ഇതര ഭാഗങ്ങളിൽ നമുക്ക് കൊടുക്കാം, നല്ലതാണ്. അപ്പോൾ പൂജാമുറിയുടെ ക്രമീകരണം എങ്ങനെ വേണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു കണക്കും നമുക്ക് ഈ വീട്ടിലെ പൂജാമുറി കൊണ്ടുവരാൻ പാടില്ല. ഗ്രഹാന്തരീക്ഷത്തിനനുസരിച്ചാണ് വീട്ടിലെ പൂജാമുറി. ഗ്രഹാന്തരീക്ഷം എന്ന് പറഞ്ഞ കണക്ക് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന സ്ത്രീകളും ഒക്കെ നമുക്ക് വീട്ടിലെന്ന് വെച്ചിരുന്നാൽ 100% 100% പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. 60-40 കണക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ക്ഷേത്രം അങ്ങനെയല്ല, ഒരു സ്ത്രീ കുറഞ്ഞാൽ 100% പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ അതിനെയാണ് പറഞ്ഞത് ഗ്രഹാന്തരീക്ഷത്തിന് അനുസരണമായ രീതിയിലുള്ള പൂജാമുറി. ആ പൂജാമുറി നമുക്ക് നീളം സ്വല്പം കൂടി നിന്ന് കൊള്ളാം. അതായത് ഒരു സാമാന്യം പിന്നെ പൂജാമുറിക്ക് അകത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കാണ് 8 അടി നീളം കൊടുക്കുക. വീതി ഒരു 5 അടി കൊടുത്താൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ 4 കൊടുക്കുക. 2-3 പടികൾ കിട്ടുന്നതിന് തടസ്സമില്ല. എപ്പോഴും തന്നെ പടിയുടെ വീതിയെക്കാട്ടി പൊക്കം കൂടിയിരിക്കണം. അങ്ങനെ ചില ആൾക്കാർക്ക് വളരെ കുനിഞ്ഞ് വിളക്ക് എത്തിക്കാനും പ്രാർത്ഥിക്കാനും കുറച്ച് പൊക്കിയെടുക്കും. അപ്പോൾ 3 പടിയാണെങ്കിൽ ആവാം, 2 പടിയാണെങ്കിൽ ആവാം. പക്ഷേ ഒരു ഉദാഹരണം, 10 ഇഞ്ച് വീതിക്ക് പടി കൊടുക്കുകയാണെങ്കിൽ 1 അടി പൊക്കം നമുക്ക് തീർച്ചയായിട്ടും പടിക്ക് പൊക്കം കൊടുക്കും. അങ്ങനെ 3 പടി കെട്ടാം. ഉയരത്തെ പടി നിറച്ച് പടങ്ങൾ വയ്ക്കുക, 2 ഭാഗത്തും പടങ്ങൾ വയ്ക്കാം. താഴത്തെ നടുക്കായിട്ട് നമുക്ക് വിളക്ക് കൊളുത്തി വയ്ക്കാം. അപ്പോൾ തീനാളം കൊടുക്കുന്നത് എപ്പോഴും തന്നെ 2 തിരി ചേർത്തിട്ട് കിഴക്കോട്ടും 2 തിരി ചേർത്ത് പടിഞ്ഞിട്ടും. അപ്പോൾ തിരി 4, തീനാളം 2 എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഈ 5 തിരി ഇടുമ്പോൾ എങ്ങനെയാണ് എൻ്റെ കണക്കെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിക്കിലേക്ക് 4 തീനാളം. വടക്ക് കിഴക്ക് ഈശാന കോണിലേക്ക് 1 തീനാളം. അപ്പോൾ 5 ആയല്ലോ. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യേണ്ടത്. പൂജാമുറി നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ധാരാളം മതി. പിന്നെ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പല ആൾക്കാരും പൂജാമുറി എല്ലാം നല്ല കെട്ടി മനോഹരമായിട്ട് കെട്ടിയൊക്കെ ചെയ്യും, പക്ഷേ പരിപാലിക്കില്ല. ഒരാഴ്ച ഒരിക്കൽ വിളക്ക് കത്തിച്ച ആ എണ്ണ മാറ്റില്ല, തിരി അനുവദിച്ചാൽ തിരി മാറ്റില്ല, ആർക്കോ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ല. നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നത് പോലെയാണ് നമ്മുടെ വിളക്ക് സൂക്ഷിക്കേണ്ടത്. അന്നന്ന് ഉപയോഗിക്കുന്ന എണ്ണ മാറ്റണം, പുതിയതേ ഉപയോഗിക്കാവൂ. അല്ലാതെ ഇപ്പോൾ പായൽ പിടിച്ച പോലെ ചില വീടുകളിലൊക്കെ നോക്കുമ്പോൾ കാണാം, പായൽ പച്ച കിടക്കുക. അങ്ങനെയൊക്കെ അത് ചെന്നാൽ നമ്മൾ പോസിറ്റീവ് എനർജി കിട്ടേണ്ട ഭാഗത്ത് നെഗറ്റീവ് എനർജി ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പൂജാമുറി പരിപാലിക്കാൻ സാധിക്കും, പൂജാമുറി വെച്ചാൽ മതി. ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ പാവം കിട്ടാൻ വേണ്ടി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പടങ്ങൾ ക്രമീകരിക്കുമ്പോൾ, ഇപ്പോൾ ഹിന്ദുപരമായിട്ട് ഓരോ ആൾക്കാർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ശിവനെ പ്രാർത്ഥിക്കുന്നവരും, മുരുകനെ അമ്മയെ ഇങ്ങനെ ഓരോരോ ദൈവം, നമുക്ക് എത്രയോ ദൈവങ്ങളെ പേരെടുത്ത് പറയാം. എങ്കിലും നമുക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ സുഖപ്രദമായ രീതിയിലേക്കൂടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതിന് മഹാഗണപതിയുടെയും അമ്മ ദേവിയുടെ ഏത് രൂപത്തിലോ ഭാവത്തിലോ ആയിക്കോട്ടെ, എല്ലാം പാർവതിയുടെ പല രൂപത്തിലും ഭാവം തന്നെയാണ്. നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള പടം മതി ഒരമ്പലത്തിന് ദേവിയുടെ. മഹാഗണപതി തൊട്ടടുത്ത അമ്മ. അത് കഴിഞ്ഞ് ശൈവം, വൈഷ്ണവമായിട്ട് കൃഷ്ണനെയോ വിഷ്ണുവിനെ വേറെ ആരെ വേണം നിങ്ങൾക്ക് വയ്ക്കാം, അതിന് തടസ്സമൊന്നുമില്ല. പിന്നെ എന്നോട് ഈ അടുത്ത കാലത്തൊരാൾ വെച്ച്, ഞാനൊരു നാഗർ പ്രീതിക്കാരനാണ്, അതുകൊണ്ട് വെങ്കലത്തിലുണ്ടാക്കിയ ഒരു നാഗർ പ്രതിമ ഞാൻ പൂജാമുറിയിൽ വച്ചോട്ടെ എന്ന് ചോദിച്ചു. പുള്ളിയുടെ ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്, പക്ഷെ അത് പാടില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അതൊന്നും പാടില്ല. നമുക്ക് ഹിന്ദുപരമായിട്ട് ആചരിക്കും. അതൊക്കെ നാഗർപ്രതിമ, അതിൻ്റെയൊക്കെ കണക്കും കാര്യങ്ങളെല്ലാം വേറെയാണ്, അതൊക്കെ പുറത്താണ്. നമ്മുടെ വീട്ടിലെ പൂജാമുറിക്കകത്തൊന്നും ഒരിക്കലും പാടില്ല. പടങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പടങ്ങൾ വയ്ക്കാം.
പിന്നെ ജീവിച്ചിരിക്കുന്ന ആരുടെയും പടങ്ങൾ നമ്മൾ പൂജാമുറിക്ക് നമ്മൾ ദൈവങ്ങളുടെ മാത്രം. നമുക്കൊരു ഹിന്ദുപരമായിട്ട് ഒരു ആചാരങ്ങളുണ്ടല്ലോ, അതുപരമായിട്ട് ചെയ്യുക. അതിന് അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു വിളക്ക് എത്തിക്കേണ്ട രീതി പറഞ്ഞു എന്ന്, തീനാളം കിഴക്കോട്ടും പടിഞ്ഞാറും വരത്തക്ക രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സന്ധ്യയ്ക്ക് നമുക്ക് വീട്ടിലെ പൂജാമുറി വിളക്കെത്തിച്ച ശേഷം ലക്ഷ്മി വിളക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. ബ്രാസിലും കിട്ടും, വെള്ളിയിലും കിട്ടും. അപ്പോൾ വെള്ളിയിൽ ഒരു ചെറിയ വിളക്ക് വാങ്ങിച്ചിട്ട് സാമ്പത്തികമുള്ളവരാണ്, ഇല്ലാത്തതിനും ബ്രാസ് വാങ്ങിച്ചോട്ടെ, ഒരു ചെറിയ തട്ടത്തിൽ വെച്ച് നെയ്യൊഴിച്ച് കത്തിക്കുക. നെയ്യൊഴിച്ച് വീട്ടിൽ കത്തിച്ച് വീടിൻ്റെ ഉമ്മറത്ത് അപ്പോൾ വൈകുന്നേരം വിളക്കെത്തിച്ച് വയ്ക്കുമ്പോൾ തീനാളം പടിഞ്ഞാറോട്ട് വരണം. രാവിലെ ആണെങ്കിൽ തീനാളം കിഴക്കോട്ട് വരത്തക്കയിൽ തിരിച്ചു വയ്ക്കണം. സൂര്യൻ്റെ കണക്കാണ് പറയുന്നത്. സൂര്യൻ കിഴക്ക് ഉദിച്ച് വരണം, ഉച്ച കഴിഞ്ഞ് സൂര്യൻ പടിഞ്ഞാറത്തേക്ക് പോകും. ഈ രണ്ട് കണക്ക് മറ്റും ആ കണക്കെടുക്കുന്നത്. എപ്പോഴും തന്നെ വെള്ളിയിൽ നെയ്യുമായിട്ടൊരു കോമ്പിനേഷൻ വരുമ്പോൾ വളരെയധികം പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ വെള്ളി വിളക്ക് സാധാരണ നമ്മൾ വീട്ടിലെ പൂജാമുറിയൊക്കെ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് സാധാരണ നല്ലെണ്ണ, അത് എള്ളെണ്ണ ഉപയോഗിക്കുക, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു വെള്ളി വിളക്കിൽ അല്പം നെയ്യൊഴിച്ച് ഒരു നെയ്വിളക്ക് കത്തിക്കുന്നത് വീട്ടിലെ ഊർജ്ജ ലെവൽ കൂട്ടും, അസുഖങ്ങളധികം ഇല്ലാതിരിക്കും. അതൊരു സത്യം തന്നെയാണ്, നിസ്സാരമല്ല. അത് പരിപാലിക്കാൻ സാധിക്കുന്നവർക്ക് പരിപാലിക്കാം, ഇല്ലാത്തവർക്ക് ഓരോ ആൾക്ക് ഇതൊക്കെ പറഞ്ഞെങ്കിലും സാമ്പത്തികം ഓരോ ആൾക്കാർക്കും ഓരോ രീതിയാണ്. ഇതിപ്പോൾ ഇത്രയും പറഞ്ഞത് പൂജാമുറി ഉള്ളവർക്കാണ്. ഇനി പൂജാമുറിയെ കെട്ടാൻ യാതൊരു സൗകര്യവുമില്ല. അവർക്ക് ഇനി എന്ത് ചെയ്യണം? കിഴക്കിൻ്റെ അത് ഡ്രോയിങ് ഹാളിലോ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ എവിടെ ലിവിങ് ഹാൾ എവിടെയാണോ സൗകര്യം, കിഴക്കിൻ്റെ ചുമരിൽ ഒരു ഗ്രഹനാഥയുടെ തോളിൻ്റെ സമമായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാം. അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ രണ്ടോ മൂന്നോ നമുക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവന്മാരെ പടം വച്ചിട്ട് എന്തെങ്കിലും ഗണപതി ഒഴിവാക്കരുത്, വച്ചിട്ട് നിങ്ങൾക്ക് അവിടെ വിളക്ക് എത്തിക്കാൻ തടസ്സമൊന്നുമില്ല. അപ്പോൾ അതിന് വലിയ വേറെ ഒന്നുമില്ല, നിന്നാണ്. ഇപ്പോൾ പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ സാധിക്കും. അങ്ങനെ ക്രമീകരണങ്ങൾ ചെയ്യുക. അത് ഞാൻ പറഞ്ഞത് എവിടെയും ഇപ്പോൾ ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ അതുപോലെ ഒരു 3 സെൻറ്റിലൊക്കെ ഒരു വീടൊക്കെ വയ്ക്കുന്നവർക്ക് പൂജാമുറി നിർമ്മിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യും. പിന്നെ എൻ്റെ കൂടെ വേറെ 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, 2ാമത്തെ നിലയിൽ പൂജാമുറി വയ്ക്കാമോ? ഫ്ലാറ്റ് കാര്യങ്ങളുള്ളവർക്കാണെങ്കിൽ 2ാമത്തെ നിലയിൽ പൂജാമുറി വയ്ക്കുന്നതിന് യാതൊരു തടസ്സമില്ല. കാരണം അവർ കംപ്ലീറ്റ് നിൽക്കുന്ന ആ ഫ്ലാറ്റിലാണ്. 1, 2, 3 നില 4 അല്ലെങ്കിൽ 18 നിലയൊക്കെ പോകുമ്പോൾ അവിടെ അവരും അത്. എന്നാൽ ഗ്രൗണ്ടും ഫസ്റ്റും, അതായത് താഴത്തെ നിലയും 2ാമത്തെ നിലയും ഉപയോഗിക്കുന്ന ഒരു ഫാമിലിക്ക് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് എർത്തുമായിട്ട് ബന്ധപ്പെട്ട് താഴത്തെ നിലയിൽ ഉള്ള സ്ഥലത്ത് ഒരു പൂജാമുറി ക്രമീകരിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാൻഡ് വെച്ച് വിളക്ക് എത്തിക്കുകയാണ് ഏറ്റവും നല്ലത്, ഉചിതം. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പൂജാമുറിയുടെ അത്യാവശ്യം ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. അടുത്തുള്ള കാര്യം പിന്നെ അടുത്ത് ഈ നമുക്ക് അടുക്കളയ്ക്ക് ഇപ്പോൾ തെക്ക് കിഴക്കേ മൂലഭാഗത്തേക്ക് 1ാം സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. എന്തുവാണ്? അഗ്നികോണാണ്, ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്. ഈ അടുക്കള പറഞ്ഞ് അവർ ആ തെക്കിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് കിഴക്ക് ദർശനയ്ക്ക് വിടണ കാർ പോർച്ച് കൊണ്ട് ഇങ്ങനെ കയറ്റിയിട്ട് അതിൻ്റെ പുറകിലേക്ക് കൊണ്ട് അടുക്കള വയ്ക്കും. അങ്ങനെ വയ്ക്കുന്നത് തെക്ക് കിഴക്കേ മൂലഭാഗം ആകില്ല. അത് ഏകദേശം യമദിക്കുകൊണ്ട് ബന്ധപ്പെട്ട ലൈനിൽ വരും. അത് വളരെയധികം ദോഷം ഉണ്ടാക്കും. അവർ പറയാം തെക്ക് കിഴക്കാകില്ല, കാരണം ആ സ്ഥലം നമുക്ക് കാറിടാൻ വേണ്ടി അവർ എഴുതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തെറ്റിപ്പോവും. അങ്ങനെ ഒരുപക്ഷേ നിങ്ങൾക്ക് ആ രീതിയിൽ വരണമെങ്കിൽ അതിനെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റുന്ന നല്ലതാണ്. മൂലയോട്ട് ബന്ധപ്പെട്ട് ഒരു അടുക്കള നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മൂലയ്ക്ക് പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അടുക്കളയ്ക്ക് സ്ഥാനം തെക്ക് കിഴക്ക് 1ാം സ്ഥാനം, വടക്ക് പടിഞ്ഞാറ് വായുകോൺ 2ാം സ്ഥാനം, വടക്ക് കിഴക്ക് ഈശാനകോൺ അത് 3ാം സ്ഥാനം. പക്ഷേ 3ാം സ്ഥാനമാണെങ്കിലും പണ്ട് കാലത്ത് തച്ച് ശാസ്ത്രപരമായിട്ടുള്ള പണ്ടത്തെ ആരൂഢത്തിൻ്റെ 4 കെട്ട് 8 കെട്ട് ഇങ്ങനെയുള്ള വീടുകളെല്ലാം വയ്ക്കുമ്പോഴെല്ലാം തന്നെ സ്ഥിരവാസ്തു സ്ഥിരവാസ്തു നിത്യവാസ്തു എന്നൊക്കെ കണക്കെല്ലാം എടുത്ത് വരുമ്പോൾ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് തന്നെയാണ് അന്ന് അക്കാലത്ത് അടുക്കള വന്നിരുന്നത്. അടുക്കള വരികയും അടുക്കളയുടെ ഒരു വർക്ക് ഏരിയ നിന്നിട്ട് മീനൻ രാശിയിലേക്ക് കിണർ കൊടുത്തിരുന്നു. വടക്ക് കിഴക്കേ മൂലഭാഗത്ത് മീനൻ രാശിയിലേക്ക് കിണർ. അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ, അന്ന് ചെയ്ത കെട്ടിടങ്ങൾ ഇന്നും തന്നെ
നല്ല പ്രൗഢിയോടുകൂടി ഇരിക്കുന്നുണ്ട്. 10, 100, 125 വർഷം പഴക്കമുള്ള വീടുകൾ ഇന്ന് തന്നെ ആരോഗ്യത്തോടിരിക്കുന്നത്. കാരണം മെയിൻ്റെനൻസ് ചെയ്യണം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് മനുഷ്യനുള്ള പോലെ തന്നെ വീടിനുമുണ്ട്. ഇപ്പം നമുക്കൊരു 10-60 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ പ്രായമായിപ്പോയാൽ നമ്മൾ ആൾക്കാരെന്ത് ചെയ്യും? മരുന്നും അതൊക്കെ ആഹാരങ്ങൾ ക്രമീകരണം കൊടുത്ത് ആൾക്കാരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. അതേ രീതി തന്നെയാണ് ഒരു 10-60 വയസ്സ് 60 വർഷം കഴിയുന്ന വീടുകൾക്ക് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും കൊടുത്ത് ആ വീടിനെ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ ജീവിതം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികമായിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉയർത്തി വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നല്ല ഐശ്വര്യത്തിരിക്കുന്ന വീടായിരിക്കും. അപ്പോൾ അവർക്ക് 2-3 വാഹനങ്ങൾക്ക് വരണമെങ്കിൽ 2-3 വാഹനങ്ങൾ കൊണ്ടിടാൻ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവർ ആരുടെയും ചോദിക്കാതെ ഇരിക്കുന്ന വീടിനെ തന്നെ അവർക്ക് തോന്നിയ പോലെ എക്സ്റ്റൻഷൻ കൊടുക്കും. ചിലപ്പോൾ തെക്കോട്ടായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. യാതൊരുവിധ കണക്കും കാര്യങ്ങളില്ലാതെ നേരത്തെ സന്തുലനാവസ്ഥ, വീടിൻ്റെ ഒരു സന്തുലനാവസ്ഥ ഉണ്ട്. ആ സന്തുലനാവസ്ഥ കറക്റ്റായിട്ട് നിന്ന വീടിൻ്റെ അത് ഔട്ടായി പോകും. അപ്പോൾ വീടിന് നേരത്തെ കിട്ടിക്കൊണ്ടുവന്ന പോസിറ്റീവ് എനർജി ഇല്ലാതാകും. എന്തിനു വേണ്ടിയാണ്? അവർക്ക് കുറച്ച് കൂടുതൽ വാഹനങ്ങൾ കൊണ്ടിടാനുള്ള സൗകര്യത്തിനും പിന്നെ 1-2 മുറികളെ കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് നിയമ തടസ്സമില്ല. എന്നാൽ വളരെയധികം ആലോചിച്ച് എടുത്ത് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കണക്കെടുത്താണ് എക്സ്റ്റൻഷൻ. അല്ലാതെ നമുക്കിപ്പോൾ കുറച്ച് പൈസ കയ്യിൽ വന്നു വീടിന് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് നീട്ടിക്കളയെന്ന് പറഞ്ഞാൽ നീട്ടുന്നത് സർവനാശം ഫലം. അതാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അടുത്തിട്ട് ഇനി ഒരു കാര്യം പറയാനുള്ളത്, വീടിൻ്റെ സിറ്റ് ഔട്ട്. ഒരു വീടിന് സിറ്റ് ഔട്ട് കിഴക്ക് ദർശനമായിട്ടാണ് നിൽക്കണമെങ്കിൽ വീടിൻ്റെ സിറ്റ് ഔട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കാതെ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കുക. വടക്ക് കിഴക്ക് ഭാഗം എന്ന് വെച്ചാൽ ഈശാന കോണാണ്. വടക്ക് കിഴക്ക് ഭാഗം ഓപ്പൺ സ്പേസായിട്ട് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ വടക്ക് കിഴക്കേ ഭാഗം സിറ്റ് ഔട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഡ്രോയിങ് ഹാളിലേക്ക് കയറുക, അങ്ങനെ ക്രമീകരിക്കുക. പിന്നെ അത് ആ രീതിയിൽ. അപ്പോൾ രണ്ടാമത് നമുക്ക് ഓരോ ദിക്കിലേക്കും വരാം. തെക്കാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് സിറ്റ് ഔട്ട് കൊടുക്കുക. പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കുക. വടക്കാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് സിറ്റ് ഔട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് അത് ക്രമീകരിക്കേണ്ടത്. ഇനി കൂടുതൽ സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. നമസ്കാരം.